ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വിനയത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 26 മാർച്ച് 2026, 26-ാം ദിവസമാണ് ഈ മാസത്തേത്. ഈ വർഷത്തേത് നോക്കിയാൽ 85-ാമത്തെ ദിവസമാണ് ഈ വർഷത്തേത്. വലിയ നോയമ്പിലെ 40-ാമത്തെ ദിവസമാണ്. ഇന്ന് 456-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം യാമ പ്രാർത്ഥന. ഇന്നത്തെ ധ്യാന വിഷയം യാമ പ്രാർത്ഥന. പ്രാർത്ഥന മനുഷ്യനും ദൈവവുമായുള്ള സംസർഗമാണ്. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിങ്കലേക്ക് ഉയർത്തുന്ന പ്രക്രിയയാണ് ഇത്. പ്രാർത്ഥനയിലൂടെ നാം നമ്മുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുന്നു. അതിനാൽ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് പ്രാർത്ഥന. സ്വർഗസ്വപിതാവിൻ്റെ രാജ്യവും നീതിയും ഹിതവും അറിഞ്ഞ് ജീവിക്കുവാനുള്ള ശ്രമം മക്കൾക്ക് ഉണ്ടാവണം. അതിന് നമ്മെ ഏറെ സഹായിക്കുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവും ആകുന്നു എന്നാണ് പരിശുദ്ധ പരിമല തിരുമേനി പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഹൃദയം നിറഞ്ഞ ഭക്തിയോടെ ചെയ്യുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുകയും ഒരു അനുഗ്രഹ രൂപിയായി അത് നമുക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും. അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായ പ്രാർത്ഥനയെ യാമങ്ങളായി പൂർവ്വപിതാക്കന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് യാമ പ്രാർത്ഥനകളെന്ന് നാം പറയുന്നത്. 3 മണിക്കൂർ കൂടിയ സമയത്തിനാണ് ഒരു യാമം എന്ന് പറയുന്നത്. ഒരു ദിവസത്തിന് 8 യാമങ്ങളുണ്ട്. അതിൽ രാത്രി ഉറക്ക സമയത്ത് 3 മണിക്കൂർ ഒഴിവാക്കി 7 യാമങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് സഭ അനുശാസിക്കുന്നു. ഇത് തികച്ചും വേദാനുസൃതമാണ്. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസവും 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു എന്ന് സങ്കീർത്തനം 119-ന്റെ 164-ാം വാക്യത്തിൽ കാണുന്നു. മലങ്കര സഭയുടെ പാരമ്പര്യ പ്രകാരം പ്രഭാതം, 3-ാം മണി, 6-ാം മണി, 9-ാം മണി, സന്ധ്യ, സൂത്താറ, പാതിരാത്രി എന്നിങ്ങനെ 7 യാമങ്ങളെ യഥാക്രമം രാത്രി 6 മണി, രാവിലെ 9 മണി, ഉച്ചയ്ക്ക് 12 മണി, ഉച്ചയ്ക്ക് 3 മണി, സന്ധ്യയ്ക്ക് 6 മണി, വൈകുന്നേരം 9 മണി, രാത്രി 12 മണി എന്നിങ്ങനെ സമയത്തെ ഭാഗിക്കാം. സാധാരണക്കാർക്ക് 7 യാമങ്ങളിലും പ്രത്യേകം പ്രാർത്ഥിക്കുക ബുദ്ധിമുട്ട് ആയതിനാൽ പ്രഭാതം, മധ്യാഹ്നം, സന്ധ്യ എന്നിങ്ങനെ 3 നേരം യാമപ്രാർത്ഥനകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഭവനങ്ങളിൽ സന്ധ്യയിലും പ്രഭാതത്തിലും യാമപ്രാർത്ഥനകൾ നടത്തണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ആഹ്വാനം ചെയ്യുന്നത് ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് ആണ്. അത് നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട കാലത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. പ്രാർത്ഥനയേക്കാൾ നാം ഇമ്പോർട്ടൻസ് ഇന്നത്തെ ജീവിതത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഓരോ അനുഗ്രഹങ്ങളിലും നമ്മുടെ വാതിൽക്കൽ വന്ന് അത് തിരികെ പോകുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാർത്ഥന എന്നാൽ അത് കേവലം യാചനയല്ല, അത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്ന അഭ്യാസ പ്രകടനവുമല്ല. ചില പ്രാർത്ഥനകൾ അർത്ഥം പോലും അറിയാതെ ഉരുവിടുന്നവരുണ്ട്. നമ്മുടെ വികാരങ്ങളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ സംസാരത്തിൽ സ്തുതിയും സ്തോത്രവും കൃതജ്ഞതയും ഏറ്റുപറച്ചിലും അഭയയാചനകളും എല്ലാം ഉണ്ട്. കർത്താവ് നമ്മെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള കർത്തൃ പ്രാർത്ഥന ലക്ഷണമൊത്ത അതിമനോഹരമായ ഒരു പ്രാർത്ഥനയായി കണക്കാക്കുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-7 സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് എന്നും അതിൽ എടുത്ത് പറയുന്നുണ്ട്. വേദപുസ്തകത്തിൽ 2 പേർ ഭിന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അത്
അതിൻ്റെ സൂചന നമ്മൾക്ക് കിട്ടുന്നത് ചുങ്കക്കാരനും പരീശനുമാണ് ആ പ്രാർത്ഥന നടത്തുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആ ചുങ്കക്കാരൻ ദേവാലയത്തിൻ്റെ ഒരു കോണിലേക്ക് മാറി നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുക പോലും ചെയ്യാതെ അവൻ നിന്ന് അനുദപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞാൻ മഹാഭാവിയാകുന്നുവെന്ന്. എന്നാൽ പരീശൻ ഈ ചുങ്കക്കാരനെ കണ്ടുകൊണ്ട് അവനെ പരിഹസിച്ചുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതിൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ് സ്വീകാര്യമായി തീർന്നത് എന്ന്. നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ആ ചുങ്കക്കാരനെ പോലെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ കർത്താവ് തീക്ഷ്ണമായ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. കർത്താവിൻ്റെ പ്രാർത്ഥന ഒരു ജീവചര്യ ആയിരുന്നു എന്ന് നമുക്ക് അറിയാം. അതിന് സ്ഥലകാല പരിമിതികളില്ല. എവിടെയും എപ്പോഴും ദൈവവുമായി സമ്പർക്കം പുലർത്താം. പരിശുദ്ധ പരമല തിരുമേനിയും പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയും എല്ലാം യാമപ്രാർത്ഥനാ പുരുഷന്മാരായിരുന്നു എന്ന് അവരുടെ ചരിത്രം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും. പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ മനസ്സിൻ്റെ ഭാരം കുറയുന്നു, പലതും ക്ഷമിപ്പാനും മറക്കാനും സഹിക്കാനും കഴിയുന്നു. പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവും വരദാനവും ജീവിതത്തിലുടനീളം ലഭിക്കും. സദാ അധ്വാനിക്കുന്നവരുണ്ട്, അധ്വാനം നല്ലത് തന്നെ. എന്നാൽ കർത്താവ് ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നുവെന്ന് നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. കർത്താവ് പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു എന്ന് 127 സങ്കീർത്തനത്തിലും നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രാർത്ഥനയില്ലാതെ അധ്വാനിക്കുന്നതിനേക്കാൾ പ്രാർത്ഥിച്ച് കൃപ നേടി പ്രവർത്തിക്കുമ്പോഴാണ് ഒരുവന് ജീവിത വിജയം നേടാനാകുന്നത്. കർത്താവിൻ്റെ ഗത്സമന തോട്ടത്തിലെ കവിഞ്ഞു വീണുള്ള പ്രാർത്ഥന നാം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. തീവ്രമായ വേദനയിൽ വിയർപ്പ് കണിക പോലെ രക്തം ഇറ്റുവീണ ആ പ്രാർത്ഥന നൊമ്പരത്തിൻ്റെ പരകോടിയിലായിരുന്നു. ആ പ്രാർത്ഥനയുടെ ശക്തിയിലാണ് തുടർന്ന് കുരിശിൻ്റെ വഴിയിലൂടെ കർത്താവ് യാത്ര ചെയ്യുന്നത്. പരിശുദ്ധ കന്യമറിയാമും പ്രാർത്ഥനയിൽ മുഴുകി ജീവിക്കുകയായിരുന്നു. ദൈവപുത്രന് ഭൂമിയിൽ ജന്മം നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത ആ പ്രാർത്ഥനാ ജീവിതം കൈക്കൊണ്ടായിരിക്കണം. കർത്താവിൻ്റെ ക്രൂശിലെ ആദ്യത്തെ തിരുവചനം ശത്രുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നായിരുന്നു. സ്വന്തം വേദന മറന്നുകൊണ്ടുള്ള ആ പ്രാർത്ഥന മനുഷ്യ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവിധം ശക്തമായിരുന്നു. എല്ലാ വ്യാധികളെയും അകറ്റുവാനുള്ള ഒറ്റമൂലിയാണ് പ്രാർത്ഥന. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 29 പ്രകാരം പറയുന്നു, പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന്. പ്രാർത്ഥനയുടെ ബലമാണ് അത്ഭുതങ്ങളുടെ ഉറവിടമെന്ന് നാം മനസ്സിലാക്കണം. പ്രാർത്ഥനയുടെ ഫലം പലപ്പോഴും ഉടൻ ലഭിക്കണമെന്നില്ല. വിശുദ്ധ മത്തായി 7:7 പറയുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് അപേക്ഷിച്ച് ആരെയും യേശു ഇന്നേ വരെ കൈവിട്ടിട്ടില്ല എന്ന് നമുക്ക് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ച് വന്നുപോയ പിഴകൾക്ക് ക്ഷമാപണം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി യാമപ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തി വീടിനും സഭയ്ക്കും മാതൃകയായി തീരാൻ നമ്മുടെ കുടുംബക്കാർക്കും നമുക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വലിയ നോമ്പ് അതിന് ഒരു കാരണമായി തീരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ചെയ്യണം. നമ്മുടെ പ്രവൃത്തി നന്നായിരിക്കണം. നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ആ ചിന്ത എന്താണോ അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയുമായിരിക്കണം. നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായും പത്രോസ് ശ്ലീഹായും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നാം അത് കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.